പൃഥ്വിരാജ് കുമാറിന്റെയും നിവിൻ പോളിന്റെയും സിനിമകൾ ആദ്യമായിട്ടല്ല ക്ലാഷിന് വരുന്നത്. ഈ ഓണത്തിന് വരാൻ പോകുന്ന ഒരേ ഒരു ഫാമിലി പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. അതും നമ്മളെ പ്രേമലു എന്ന സിനിമയ്ക്ക് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനത്തിൽ വരുന്ന പടം. ഈ സിനിമയുടെ ഫസ്റ്റ് അട്രാക്ഷൻ തന്നെ അതാണ്. ഗിരീഷ് ഷെഡി, നിവിൻ പോളി. ഇപ്പൊ യുവതാരങ്ങൾ, അതായത് ഇപ്പൊ യുവതാരങ്ങൾ ഫസ്റ്റ് ആക്ടേഴ്സിൽ ആരെടുത്ത് നോക്കിയാലും നിവിൻ പോളിയോളം ആപ്റ്റ് ആയിട്ട് ഗിരീഷ് ഷെഡിക്ക് പറ്റിയൊരു നടനില്ല. ഇത്ര ഹ്യൂമർ വർക്ക് ചെയ്യാൻ പറ്റി വരുന്ന നടനില്ല സത്യത്തില്. സിമ്പിൾ ആയിട്ട് അയാളെ കുറെ ചേഷ്ടകൾ അയാൾ ചെറുതായിട്ട് ചെയ്യണ പോലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതാണ് അയാളുടെ സോണിൽ ചെയ്യുന്ന പടം, അയാളുടെ സോണിൽ ചെയ്യുന്ന പടം. അപ്പൊ ഈ സിനിമയുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റിനെ പറ്റി പറയാം. അതിൽ നിവിൻ പോളി മമ്മിത ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ, അതും അവർ തമ്മിലുള്ള ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്. സിനിമയിൽ തന്നെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതേ സിമിലർ ആയിട്ട് തന്നെയാണ് ഇപ്പൊ സൂര്യയുടെ പടം കഴിഞ്ഞു പോയത്. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് ഗ്യാപ്പ് വ്യത്യാസമുള്ള 10-12 വയസ്സ് വ്യത്യാസമേ കാണിക്കുന്നുള്ളൂ. അതായത് അതില് ട്രെയിലറിൽ ഇപ്പൊ നിവിൻ പോളി മെസ്സേജ് അയക്കുമ്പോ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യണ്ടായിരുന്നു പറയുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കാറ് ചോദിക്കണ്ട. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അയാള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പേര് കേട്ടപ്പോ കുടുംബയുണ്ട്, ബത്ലഹേം കുടുംബയുണ്ട് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലൊരു കാറ്ററിംഗിന്റെ സംഭവം വന്നു. ഈ കുടുംബശ്രീ അങ്ങനെ സാധനമൊക്കെ വന്നു. ഇതൊരു കാറ്ററിംഗ്, എന്താ പറയാ, പ്ലസ് ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ നടത്തി കൊടുക്കുന്ന, അത് അടിയന്തരവും കല്യാണവും ദിലീപ് പറഞ്ഞ മാതിരി എല്ലാം എടുക്കുന്ന ഒരു ഐറ്റത്തിന്റെയാണ്. അതുപോലെ തന്നെ ഈ ബാക്കി കാശ് നോക്കുമ്പോ സംഗീത് പ്രധാൻ, നമ്മളെ പ്രേമലു കൂട്ടുകെട്ടന്നെ കംപ്ലീറ്റ് എടുത്ത് പറയണം. ശ്യാമോഹൻ, അതിന് റോഷൻ ഷാനവാസ്, സുരേഷ് കൃഷ്ണ, അതാണ് എടുത്തു പറയേണ്ടത്. ശൃന്ദ, മീനാക്ഷി, പിന്നെ അഖില ഭാർഗവൻ ഉണ്ട്, പിന്നെ ഷമീർ. പുള്ളിനെ നമ്മൾ മറ്റേ പ്രേമലുലൊക്കെ സുബിൻ ക്യാരക്ടർ. ആദ്യ സിനിമയിൽ തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ഡയറക്ടറാണ് ഗിരീഷ് ഷെഡി. ഇപ്പൊ പുള്ളിയുടെ ഫസ്റ്റ് പടമാണെങ്കിലും ഇപ്പൊ പ്രേമലു ആണെങ്കിലും അതത് കാലഘട്ടങ്ങളിൽ ഭയങ്കരമായിട്ട് റൺ ചെയ്തിട്ടുള്ള പടമാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ പടങ്ങൾക്ക് തന്നെ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ട്. ഇപ്പോൾ പ്രേമലു ആണെങ്കിലും തന്ത്രപ്രധാനങ്ങളാണെങ്കിൽ നമ്മൾ എത്രത്തോളം കണ്ടിട്ടുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഒരുപാട് വട്ടം കണ്ട സിനിമകളാണ്. എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ശരണ്യ. ഞാൻ ഒരുപാട് വട്ടം കണ്ട സിനിമയാണ്. ഇപ്പൊ കാതലിനാണെങ്കിൽ പോലത്തെ സീൻസ് ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ നിവിൻ പോളി ഗിരീഷ് ഷെഡി കോംബോ എന്ന് പറയുന്നത്. നമ്മള് നസ്ലിനെ ഏറ്റവും രസമായിട്ട് കണ്ട സിനിമ സത്യത്തിൽ പ്രേമലുമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ട്രെയിലറിലൊക്കെ ഒരുപാട് ഷോർട്സ് കാണുമ്പോൾ ഇപ്പൊ നിവിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് പോലെ ഇപ്പൊ MP3 കിങ് എന്ന് പറഞ്ഞ ശേഷമുള്ള പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്ക് നിവിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇത് ഈ സിനിമയും പ്രേമലു പോലത്തെ സക്സസ്ഫുൾ ആവട്ടെ, നമുക്ക് റിപ്പീറ്റ് വാച്ച് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ ആയിരിക്കട്ടെ. പ്രേമലു പോലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് വരുന്ന അടുത്ത സിനിമയാണിത്, ബത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ വർക്കിംഗ് ക്ലാസ് ഹീറോ, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്, അങ്ങനെ 3 പ്രൊഡക്ഷൻ ഹൗസിന്റെ സംയുക്ത പ്രൊഡക്ഷനാണ് ഇത്. ഇതും പ്രേമലു പോലെ തന്നെ അനന്തർ ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ. ഈ സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ അതിലത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് കിരൺ ജോസ് ഈ പടത്തിൽ ഉള്ളതാണ്. ഓൾറെഡി പ്രേമലുവിൽ കോറൈറ്ററായിട്ട് വന്ന സമയത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ഷോർട്ട് ഫിലിം അനുരാഗ് എഞ്ചിനീയർ വർക്ക്സ് എന്നുള്ളത്, അത് വൺ ഓഫ് ദ ബെസ്റ്റ്, മൈ ഫേവറേറ്റ് ഷോർട്ട് ഫിലിമാണ്. പ്രേമലുവിൽ നമ്മൾ കണ്ട വിഷ്ണു വിജയ് അത് എടുത്തു പറയേണ്ടതാണ്. കാരണം പ്രേമലുവിലത്തെ പാട്ടാവട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മോശം സിനിമകൾ കൂടെ നല്ല ട്രാക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് വിഷ്ണു വിജയ്. തല്ലുമാല പോലൊരു വൈബ് പടവും ഫാലിമി പോലെ ഒരു പടവും അദ്ദേഹത്തിന് ഒരേപോലെ അനായാസം ചെയ്യാൻ പറ്റും. ബത്ലഹേം കുടുംബ യൂണിറ്റിൽ നിന്ന് വന്നിരിക്കുന്ന 2 സോങ്സും എടുത്തു പറയേണ്ടതാണ്. കപിലൻ പാടിയ പാട്ടും MG ശ്രീകുമാർ പാടിയ പാട്ടും 2 ഉഗ്രനായിരുന്നു. അപ്പൊ സിനിമയിൽ അദ്ദേഹത്തിന്റെ ടച്ച് എന്തായാലും ഉണ്ടാവും. അജ്മൽ സാബ് ഓൾറെഡി പ്രേമലുവിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേമലത്തെ വർക്ക് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും ഭീകരമായിട്ടാണ് പുള്ളി ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ഫ്രെയിം പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് വാൾപേപ്പർ ആയിട്ട് ഇടാൻ പറ്റും. അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ടേഴ്സിന്റെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എടുത്ത് കാണിക്കുന്ന ഒരു DOP ആണ് അജ്മൽ സാബു. അതുപോലെ തന്നെ ആളിപ്പോ സൂര്യ 47 വർക്ക് ചെയ്യുന്നുണ്ട്. ഗിരീഷിന്റെ കൂടെ ഇതിനുമ്പോൾ വർക്ക് ചെയ്ത എഡിറ്ററാണ് ആകാശ് ജോസഫ് വർഗീസ്. ഇപ്പോൾ പ്രേമലു ആണെങ്കിലും സൂപ്പർ ശരണ്യ, ആയാം കാതൽ, ഇതിലൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗിരീഷിന്റെ ഒരു സ്റ്റൈല് ഇതിനു മുമ്പ് വന്ന പടങ്ങളിലെ കണ്ട സ്റ്റൈല് നമുക്ക് BK ട്രെയിലറിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അതിലെന്തായാലും പുള്ളിയുടെ കൈ ഉണ്ടാവും നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഈ സിനിമയും പ്രേമലു പോലെ തന്നെ വലിയൊരു സക്സസ്ഫുൾ ആവട്ടെ. പൃഥ്വിരാജ് കുമാറിന്റെയും നിവിൻ പോളിന്റെയും സിനിമകൾ ആദ്യമായിട്ടല്ല ക്ലാഷിന് വരുന്നത്. നമ്മളിപ്പോ ലാസ്റ്റ് ക്ലാഷ് വന്ന സമയത്ത്, അതായത് ബ്രദേഴ്സ് ഡേ വന്ന സമയത്ത് നിവിന്റെ സിനിമയാണ് കുറച്ചും കൂടി ഹിറ്റോളിലേക്ക് വന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിനിമകളും കണ്ട ഓണത്തിന് കണ്ട എല്ലാവർക്കും അറിയാതെ.
അപ്പൊ ഈ അതൊരു നിവിൻ സോൺ പടമായിരുന്നു പക്ക. അതിന് മുമ്പ് ഇവര് തമ്മിൽ ക്ലാഷുകൾ ഉണ്ടായിട്ടുണ്ട് പല സിനിമകളും. പക്ഷെ ലാസ്റ്റ് വന്ന ക്ലാഷിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറയുമ്പോൾ നിവിന്റെ നമുക്ക് അറിയാതെ അയാൾ അത് ചെയ്യണ ഒരു രീതി. അതെ, അതിപ്പോ അവസാനം വന്ന് സർവ്വമായ ആണെങ്കിലും നമുക്ക് ആ സിനിമ അത്രത്തോളം ഓടിയിട്ടുണ്ടായിരുന്നു അവിടെ. ഇപ്പൊ ഈ സിനിമയിൽ നിന്നായിട്ട് തന്നെ വന്ന 2 പാട്ടുകൾ കാണുമ്പോ തന്നെ അയാൾ അത് അനായാസമാണ് ആ റോള് ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ ഇത് ഞാൻ നോക്കിക്കൊണ്ടെന്ന് അതിപ്പോ അങ്ങനെ അത് ചെയ്യണത്. ഇവൻ പുള്ളിയുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ ആ ട്രെയിലറിൽ തന്നെ മമ്മിത് പിച്ചോണ സീനിൽ പുള്ളി എടുത്ത ഡയലോഗ് ഉള്ള സാധനമൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാവി അപ്പൂപ്പനും അമ്മൂമ്മയും ഒരുമിച്ച് അപ്പൂപ്പനെ ആദ്യം മരിച്ച അതാ ഒരു നിവിൻ കൈൻഡ് ഓഫ് വർത്തമാനം പറയുന്നുണ്ട്. ഒരു നമ്മള് ഹാർട്ട് കാണിക്കുന്നത് അത് ആ നോട്ടൊക്കെ ഭയങ്കരമാണ്. അത് നമ്മള് അതുപോലെ എടുത്തു പറഞ്ഞു നോക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ അടുത്ത് അതായത് ഈ സർവ്വമായി ഇറങ്ങുന്നതിന് മുന്നേ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളുടെ ഈ സ്വന്തം മടി കാരണം ഒരു ആളുടെ കരിയർ ഇല്ലാണ്ടാക്കിയ ആളെന്ന് പറഞ്ഞിട്ട് നിവിന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ആൾക്കാര് സർവ്വമായി ഇറങ്ങിയപ്പോ തിരിച്ചു വന്നു പറഞ്ഞു. ഇപ്പൊ അവര് പുള്ളിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ പ്രേമിൽ നിൽക്കുമ്പോ അയാളെ തല വെച്ച് ഇതാക്കുകയും അയാളുടെ ഒരു വന്നു കഴിഞ്ഞാൽ അയാളെ നിലത്തിട്ട് ചവിട്ടും ചെയ്യണ പരിപാടിയൊക്കെ ഉള്ളതാണ്. ഈ സിനിമ ഓണത്തിന് ഡിന്നർ എന്നുള്ള നിലയിലല്ല, ഈ സിനിമ ഫാമിലി എന്റർടൈനർ എന്നുള്ള നിലയിൽ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തും. കാരണം ഓണം പോലെ ഫെസ്റ്റിവൽ പറഞ്ഞ ഫാമിലിയും കുട്ടികളും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സമയം. അവധിക്കാലം മാതിരി ഒരു ടൈം. അപ്പൊ യൂത്ത് ഖലീഫക്കും കയറട്ടെ, ഫാമിലി ഇതിനും കയറട്ടെ.